ഇറാനുമായുള്ള യുദ്ധം കടുത്ത സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്കുണ്ടാക്കും, അതോടൊപ്പം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ എല്ലാവരും മുന്നറിയിപ്പ് നൽകിയപ്പോഴും അമേരിക്കയും അമേരിക്കൻ അനുകൂലികളും അതിനെ നിസ്സാരമായി കണ്ടു. കാരണം അമേരിക്കയുടെ സൈനിക ശക്തിയിൽ, അമേരിക്കയുടെ പവറിൽ, അമേരിക്കയുടെ ശാക്തിക ചേരിയിൽ എല്ലാം മതിമറന്ന് ആഹ്ലാദിച്ച് ഉല്ലസിച്ചവർ ഇന്ന് പരാജയം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളെ ആകെ തകർത്തിരിക്കുകയാണ് ഇറാൻ. അപ്രതീക്ഷിതമായ ഒരു ബ്ലോ ആണ് അമേരിക്കക്ക് ലഭിച്ചിരിക്കുന്നത്. ജോർദാനിലെ മുവാഫക് സാൾട്ടി എയർബേസിലെ 300 ദശലക്ഷം ചിലവ് വരുന്ന റഡാർ സംവിധാനമായ താഡ് ആണ് നശിപ്പിച്ചിരിക്കുന്നത്. ബ്ലൂംബെർഗാണ് ഈ റിപ്പോർട്ട് ആദ്യമായി പുറത്തുവിട്ടത്. ഇപ്പോൾ US ഇന്നലെ അത് അംഗീകരിച്ചിരിക്കുന്നു. ആധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് താഡ്. ടെർമിനൽ ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ആണ് താഡ്. ഇതാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. ലോകത്തൊട്ടാകെ അമേരിക്കക്ക് ഇത്തരം അത്യാധുനിക സിസ്റ്റം മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളത് 8 സ്ഥലത്ത് മാത്രമാണ്. ആ 8 എണ്ണത്തിൽ ഒന്നാണ് തകർന്നിരിക്കുന്നത്. 300 ദശലക്ഷം US$ താഡിന് കണക്കാക്കപ്പെടുന്ന കോസ്റ്റ്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്താൽ ഏതാണ്ട് 2500 കോടി രൂപയാണ് ഇത്തരം ഒരു സിസ്റ്റത്തിൻ്റെ കോസ്റ്റ്. താഡ് സിസ്റ്റത്തിൻ്റെ ബാറ്ററിക്ക് മാത്രം $1 ബില്യൺ ചിലവ് വരും. മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ സംവിധാനങ്ങളെ ആകെ ബാധിക്കുന്നതാണ് താഡിൻ്റെ തകർച്ച. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് ഇറാനിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇറാൻ യുദ്ധം. സ്വീകാര്യമായ ഒരു നറേഷൻ സൃഷ്ടിക്കാൻ ഇന്ന് വരെ അമേരിക്കക്ക് സാധിച്ചില്ല. ഇതും വലിയ പരാജയമാണ്. നിങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളോട് കൊമ്പ് കോർക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ദുഷ്ടലാക്ക് മാത്രമാണ് ഈ അനാവശ്യമായ ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ. തങ്ങളുടെ ആത്മീയ നേതാവിൻ്റെ ജീവന് പകരം ചോദിക്കും, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് ചെറിയ രീതിയിൽ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായപ്പോൾ അത് ട്രംപ് വലിയ ആഘോഷമായി അവതരിപ്പിച്ചു. ഉടനെ വീണ്ടും റിറ്റാലിയേഷൻ നടത്തിയിരിക്കുകയാണ് ഇറാൻ. യുദ്ധത്തിൻ്റെ ഡ്യൂറേഷൻ, ആ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇനി ഇറാനാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി.